ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ടെ എല്ലാവർക്കും സ്വാഗതം. മാങ്ങയൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന കേട്ടോ, മാങ്ങയും കത്തിക്കിട്ടൊക്കെ ഇരിക്കണേന്. നല്ല അടിപൊളി മാങ്ങ രാവിലെ തന്നെ നമ്മുടെ മേരിയമ്മ കൊണ്ടുവന്നു. മേരിയുടെ വീട്ടിൽ നിറയെ മാങ്ങയിട്ട് അത് കാറ്റത്ത് ഇങ്ങനെ വീണോണ്ടിരിക്കണേന്. അപ്പൊ ഇത് ഇച്ചിരി ഇവിടെ അതുകൊണ്ടോ ഒരു ഫാനൊക്കെ വെച്ചിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അത് എന്താന്ന് അതെന്തുകൊണ്ടാന്ന് അറിയാമോ? എല്ലാവർക്കും അറിയാലോ ബിനീഷൊക്കെ അങ്ങനെ ഒരു വണ്ട് വന്നിരുന്നതിന്റെ ഒരു പ്രോബ്ലം ഉണ്ടായതും പിന്നെ അതിൻ്റെ ഇടയ്ക്കൊന്നും പറയണ്ട ഗൈസ്. ഇന്നലെ എനിക്ക് ചെറുതായിട്ടൊരു ഫുഡ് പോയിസൺ കിട്ടി. നേരെ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ട് ഇത് കണ്ടില്ല, കയ്യൊക്കെ നോക്കി ഇതിവിടെ ഒരു കുത്ത്, ഇവിടെയാണ് കറക്റ്റായിട്ട് കയറിയത്. അത് കൂടാതെ ഇല്ല ഇവിടെ കുത്തിയിട്ട് ഇവിടെ ബൾജായി. അവിടെ കുത്തിയിട്ട് കിട്ടിയില്ല. കാര്യം ഇന്നലെ ഒമിറ്റ് ചെയ്ത കാരണം വേയും കിട്ടുന്നുണ്ടായില്ല. 2 പണികളാണ് ഞങ്ങൾക്ക് 2 പേർക്ക് ഇപ്പം നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് പോകുമ്പോൾ ഒന്ന്. ഇപ്പൊ കുറച്ചാളായിട്ട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ കയറാതിരിക്കണേന്ന്. അത് ഞങ്ങളൊരു 2-3 ദിവസം മുമ്പ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തോളൂ. നമുക്ക് ഒരു ക്ലെയിം ഒക്കെ എടുക്കണമെന്ന് വെച്ചാൽ എപ്പോഴാണ് ഇനി നമ്മൾ ഹോസ്പിറ്റലിൽ കയറാൻ പോണെന്ന് പറയാൻ പറ്റൂല. നമുക്ക് 1 വർഷത്തെങ്കിലും 1 വർഷത്തെ ഇത് അല്ലെങ്കിൽ 4 വർഷത്തെ അങ്ങനത്തെയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് നമുക്ക് അതൊക്കെ എടുക്കണമെന്ന് വെച്ചാൽ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുകയല്ല നടക്കണം ഹോസ്പിറ്റലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പോളിസി കൂടെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇനി ഹോസ്പിറ്റലേന്ന് പറഞ്ഞിരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ സത്യത്തിൽ അത് എടുക്കാറില്ല. നമ്മളെല്ലാവരും അത്യാവശ്യമായിട്ട് അത് എടുക്കേണ്ട കാര്യം കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ പെട്ടെന്ന് ക്യാഷോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തോ പിടിച്ചോന്നും പറഞ്ഞിട്ട് പിന്നെ കാശില്ലെങ്കിൽ കടം മേടിക്കേണ്ടി വരും. പിന്നെ ആ കടം വീട്ടാനായിട്ട് അടുത്ത പണി എടുക്കേണ്ടി വരും. ആ സമയത്ത് നമുക്കൊരു ഇൻഷുറൻസ് ഒക്കെ ഉണ്ടാക്കില്ല. അതെ, അതല്ല അതുമല്ല, മറ്റേ നമ്മൾ ഇപ്പം സ്വർണ്ണം ഉള്ള ആൾക്കാർക്ക് കുഴപ്പമില്ല. സ്വർണ്ണമെങ്കിലും കൊണ്ടുപോയി വെച്ചിട്ട് ബില്ലടക്കുക അല്ലെങ്കിൽ മരുന്ന് വാങ്ങുക, ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കാൻ നോക്കാം. ഈ സ്വർണ്ണമൊക്കെ ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് കടം വാങ്ങണം. കടം വാങ്ങുമ്പോൾ എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിലവർ അറിയാലോ, നമുക്ക് പരിചയമുള്ള ആൾക്കാരായാലും അവരുടേതായ തിരക്കുണ്ടാവും. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഒരു 2 ലക്ഷം 1 ലക്ഷമൊക്കെ വരും, ചിലപ്പോൾ ഒരു 30,000 ഒക്കെ വരുമ്പോൾ അവർ ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറയും, ഉണ്ടെങ്കിലും ഇല്ല എന്ന് പറയും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അവർക്കും വിഷമമാകും, നമുക്കും വിഷമമാകും. അപ്പം അതുകൊണ്ട് നമുക്കൊക്കെ ഒരു പോളിസി ഉള്ളത് നല്ലത്. പിന്നെ അതേപോലെ തന്നെ ഈ ഗൾഫിലുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കുറേ കാര്യം. ഇപ്പോഴും ഗൾഫിലുള്ള കുറേ പേര് പോളിസി കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. മറ്റേ എന്താണ്, ഇപ്പം ആരെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ അവർ നാട്ടിലോട്ട് ഇങ്ങോട്ട് വന്നം അവരെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അഡ്മിറ്റ് ആക്കുക, അവിടെ നിന്ന് ജോലി ചെയ്ത് കാശ് ശമ്പളം ഇങ്ങോട്ട് എടുക്കുക. അപ്പം അപ്പോഴും അവരും ബുദ്ധിമുട്ടിലാവണേന്ന്. അപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് കുറേ ഞെരുങ്ങും നമ്മൾ. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കും പ്രത്യേകിച്ച് NRI ആൾക്കാർക്ക് ഒരു അടിപൊളി പോളിസി വന്നിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളിൽ കുറച്ചെങ്കിലും ആളുകൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് കാണില്ല. ചിലർക്ക് കാശില്ലാത്തത് കൊണ്ടാവാം, ചിലവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് വെറുതെ എന്തിനാണ് ചിലവ് കൂട്ടുന്നത്, എന്തിനാണ് വെറുതെ എടുത്ത് കാശ് കളയുന്നത് എന്നൊക്കെ വിചാരിച്ച് ചിലവർ എടുക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ വളരെ സാമ്പത്തികമായിട്ട് വളരെ ബാധിക്കും അവരുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് NRIകൾക്ക്. അതായത് നിങ്ങളിപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പം നിങ്ങളുടെ ബന്ധുക്കളെ നാട്ടിലും, അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നാട്ടിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് പോകണം, ഇല്ലെങ്കിൽ അവരെ നാട്ടിൽ എവിടെയെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ നമ്മൾ അഡ്മിറ്റ് ആക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എന്തുകൊണ്ട് ആയിക്കൂടാ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ policybazaar.ae പറ്റി ചിന്തിക്കുന്നതും പരിശോധിക്കുന്നതും. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു എയിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന പ്ലാനുകൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ നമ്മൾ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ദുബായിലായാലും അതേപോലെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വന്നാലും നിങ്ങൾക്ക് 7 എമിറേറ്റുകളിലും 1900-ലധികം ഹോസ്പിറ്റലുകൾ പണമില്ലാതെ നമുക്ക് പണമില്ലാതെ പ്രവേശിക്കാൻ വേണ്ടി പറ്റും. സമാധാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം ടെൻഷൻ അടിച്ച് 2 രാജ്യങ്ങളിൽ തീർക്കേണ്ട കാര്യവുമില്ല. പിന്നെ മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവരുടെ PV അഡ്വാൻറ്റേജസ് ആണ്. ക്ലെയിം എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ policybazaar.ae നിന്ന് 30 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ക്ലെയിം മാനേജർ അവർ സെറ്റാക്കി തരും. പിന്നെ അപ്രൂവൽ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പേപ്പർ വർക്കുകൾ, പിന്നെ ആശുപത്രിയിലുള്ള ചെറിയൊരു ഏകോപനം കാര്യങ്ങൾ, ഇതെല്ലാം അവർ കൈകാര്യം ചെയ്യും. കൂടുതൽ നമുക്ക് നല്ലൊരു പ്രഷറിൽ നിൽക്കുന്ന ഒരു ടൈമായിരിക്കും. അപ്പോൾ ആ ടൈമിൽ കൂടി അവർ നല്ല സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ മൊത്തത്തിലൊരു ആശയക്കുഴപ്പം തന്നെ ഇരിക്കും. നമ്മൾ ഇൻഷുറൻസ് എന്ത് ചെയ്യേണ്ടത് കിട്ടുന്നുണ്ടെല്ലാം ഓപ്ഷൻസുകളാണ് അതിനകത്തുള്ളതെന്നൊക്കെ പറയുമ്പോൾ പല ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ എല്ലാ കാര്യങ്ങൾക്കും അവർ കൂടെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് PV ആനുകൂല്യങ്ങൾക്കോടൊപ്പം ഓട്ടോ റീചാർജും നോ ക്ലെയിം ബോണസും ലഭിക്കും. അതേപോലെ തന്നെ ഓൺലൈൻ വഴി നമ്മൾ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴി പോളിസി കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് NRI എന്ന നിലയിൽ നമുക്ക് അവർ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു തരും. അതായത് നമുക്ക് എന്താണ് ഏത് പോളിസിയാണ് എടുക്കേണ്ടതെന്നെല്ലാം അനുയോജ്യമായത് നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ ദിവസം വെറും 4 ദിർഹത്തിൽ നിന്നാണ്
ആരംഭിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ആവശ്യമെങ്കിൽ നമുക്ക് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ടേം ലൈഫ് ഇൻഷുറൻസും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള മറ്റ് ഓപ്ഷൻസുകളും നമുക്ക് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ബയോയിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ബയോയിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് പരിശോധിച്ച് നോക്കാം. ഇല്ലെങ്കിൽ policy-bazaar.a നിന്നുള്ള ആളുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട്, നല്ല മാംഗോ ജ്യൂസ്, നമ്മുടെ സ്വന്തം മേരിയമ്മയുടെ മാംഗോ ട്രീയിൽ നിന്ന് കിട്ടിയ മാംഗോ. ഇതിങ്ങനെ കാണുമ്പോൾ ഭയങ്കര വൃത്തിയായിട്ട് തോന്നുന്നുണ്ടല്ലോ. അത് ക്യാമറയിൽ ഭയങ്കര ബുദ്ധിമുട്ടത്, ഭയങ്കര വൃത്തിയുടെ ക്യാമറ. പക്ഷെ നേരിട്ട് ആ പാട് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഇതില്ല. പിന്നെ ഈ മരുന്ന് തേച്ചതിൻ്റെ വെറുതെ ഈ മരുന്ന് തേച്ചതിൻ്റെ ഇങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഓക്കെ കണ്ട. പക്ഷെ എന്നാലും വെയിലധികം കൊള്ളാൻ പാടില്ല. പിന്നെ മാല ഇടുമ്പോൾ ഒരേയാണ്, അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എവിടെയെങ്കിലും പോകുമ്പോൾ ചെറിയൊരു മാല എടുത്തിട്ട് അങ്ങോട്ട് പോകും. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതുവരെ. അപ്പോൾ നമുക്ക് എന്തായാലും മേരിയമ്മനൊന്ന് വിളിച്ചു നോക്കാം. വിളിച്ചിട്ട് കേട്ടില്ല അങ്ങാട് ചെല്ലേണ്ടി വരും. മേരിയമ്മ എന്താന്നാ ചുറ്റിനും മക്കളെ കിടക്കണോണ്ട് ഒന്നിലേക്ക് ഇത് തരുമ്പോൾ അങ്ങാട് പോകും, ഇങ്ങോട്ട് പോകും, അങ്ങാട് പോലൊക്കെ ഒന്നിലേക്ക് കറി വാങ്ങാനോ ഭക്ഷണം കഴിക്കാനൊക്കെ ഇട്ടൊക്കെ. അപ്പം എന്തായാലും ഇവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള മാംഗോ ഉണ്ടല്ലോ, ഞാൻ മാംഗോ പൾപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അല്ലേ ചേച്ചി? അതായത് മാംഗോ എപ്പോഴും ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ നമുക്ക് ഈ ജ്യൂസ് ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കേടായി പോകുന്നു തോന്നുന്നു അല്ലേ ചേച്ചി? അപ്പൊ മാംഗോ പൾപ്പായിട്ട് വെക്കാം. വായാട് ഓടി വായാട് ഇന്നൊന്നര ഒന്നും പറയണ്ട മേരിയമ്മേ. പണി രാത്രി ആയപ്പോ ഒരു പണിയായിപ്പോയി. എന്നാ എടുത്തോ. പിന്നെ ഇവിടെ ആവശ്യത്തിനുണ്ട്. ഇവിടെ ഉണ്ടെന്ന് ഇഷ്ടം പോലെ. ബാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് അവള് കുടിച്ചോളും. മേരിയമ്മക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല, അവള് കുടിച്ചോളൂല്ല. അതെ, നമ്മുടെ മേരിയമ്മക്ക് മാങ്ങ കൊടുക്കണ കേട്ടാ. മോന് കാണണം, പിന്നെ ഗൾഫിലിരുന്ന് കാണണ്ടേ. ടൂ കൊടുക്കേണ്ടി വരും മിക്കവാറും. എല്ലാം ഞാൻ പുറത്ത് വിടും. കണ്ടോ, ചേട്ടനോട് പറയാണ് മാങ്ങ കൊടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ വരുമ്പോ ഇഷ്ടം പോലെ മാങ്ങ വീണ് നടപ്പുണ്ടായി ഇവിടെ താഴെ. നമുക്കുള്ളത് കൊടുത്തു പക്ഷെ മേരിയമ്മ അങ്ങനെയൊക്കെ വർത്തമാനം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. മേരിയമ്മയുടെ ടോണ്, സംസാരം. ഒന്നാമത് തൃശ്ശൂരുകാരുടെ സ്ലാങ് ഒരു വ്യത്യസ്ത രീതിയിലാണല്ലോ, നീട്ടി വലിച്ചൊക്കെ സംസാരിക്കുള്ളൂ. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതേ മാംഗോ കൊടുത്ത് മേരിയമ്മ ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ മേരിയമ്മയുടെ മോള് വന്നിട്ടുണ്ട്, ഏറ്റവും ഇളയ പേരക്കിടാവ് അനു. അപ്പോൾ അവൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കൊടുത്തത്, അവൾക്കും കഴിക്കാമല്ല. അപ്പം അവള് കിടന്ന് ഉറങ്ങണേ. ഇവിടെ വന്നിട്ട് കളിക്കാൻ ആരുമില്ല, ബോറടിക്കണം പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഞാനിപ്പോ പറയാൻ മേരിയമ്മയോട് ഇനിയിട്ട് ഇങ്ങാട് വിടുന്നു ബോറടി, ഞാൻ മാറ്റി കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഈ പുളിസിയുടെ കാര്യങ്ങളൊക്കെ, അപ്പൊ എല്ലാരും അത് മറക്കാതെ എടുത്തു. ഒന്നും പറയണ്ടതേ, കണ്ടല്ല കൈ ഇതിവിടെ ഒരു കുത്തിയിട്ട് അതിൽ ഓക്കെ ആയി. കിട്ടി, ഇതില് കിട്ടിയില്ല. അതേപോലെ ഇങ്ങനെ കുറെ പണികൾ കിട്ടും ഇതേപോലെ. ഇത് പക്ഷെ അങ്ങനെ സ്കിന്നിന്റെ ഇതുകൊണ്ട് അങ്ങനെ പോളിസി ഇട്ടത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അല്ലാതെയുള്ള പ്രശ്നങ്ങൾ, പനി കാര്യങ്ങൾ, വല്ല ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പോളിസി ഉള്ളത് നല്ലതാണ്. അപ്പം എല്ലാവരും ഇപ്പം പുറത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവരൊക്കെ ഒന്ന് ഇതിനെപ്പറ്റി അറിയാൻ നോക്കുക. അവരുടെ ലിങ്ക് കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.